ഗോവ സന്ദർശനത്തിനായി മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഞങ്ങളെ പാക്കേജ് ടൂറിൻ്റെ ഭാഗമായി ഡ്രൈവർ കാറുമായി വന്ന് നോർത്ത് ഗോവയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ബ്രിഡ്ജാണ് മുകളിൽ കാണുന്നത്. നോർത്ത് സൗത്ത് ഗോവകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സുവാരി നദിക്ക് മുകളിൽ 1980കളിൽ പണിത അയൺ ബ്രിഡ്ജ്, ന്യൂ സുവാരി കേബിൾ ബ്രിഡ്ജ്. ഈ പാലത്തിൻ്റെ ഒന്നാം ഘട്ടം 2022 ഡിസംബറിലും രണ്ടാം ഘട്ടം 2023 ഡിസംബറിലും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഈ രണ്ട് പാലങ്ങളും കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജാണ്. ഗോവയിലെ ആധുനിക ഡിസൈൻ പാലങ്ങളാണ് ഇവ രണ്ടും. കേരളത്തിലൂടെ കടന്നുപോകുന്ന 6-വരിപ്പാത NH 66 പനവേൽ ഭാഗത്തേക്ക് പോകുന്നത് ഈ പാലം വഴിയാണ്. 640 മീറ്റർ നീളമുള്ള ഈ രണ്ട് പാലങ്ങളും പഴയ പാലവും ചേർന്ന് ഈ വഴിയുള്ള ഗതാഗതം വളരെയേറെ സുഗമമാക്കുന്നു. മണ്ഡവി നദിക്ക് കുറുകെ 1970കളിൽ നിർമ്മിച്ച പഴയകാല പാലമാണ് ഇത്. ഇടതുവശത്തായി കാണുന്നത് അടൽ സേതു. ഏകദേശം 5 കിലോമീറ്റർ നീളമുള്ള ഈ പാലം ഗോവയിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിലൊന്നാണ്. മണ്ഡോവി നദിക്ക് കുറുകെ സ്ഥാപിച്ച അടൽ സേതു ഒരു കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജാണ്. NH 66 കടന്നു പോകുന്ന അടൽ സേതു പനാജിയിലേക്ക് പോകുന്ന പ്രധാന റോഡുകളിൽ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്നു. രാത്രിയിൽ പാലത്തിൻ്റെ ലൈറ്റിംഗ് വളരെ മനോഹരമാണ്. വിനോദസഞ്ചാരികൾക്ക് ഗോവയുടെ മനോഹരമായ നദിക്കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത് മികച്ച സ്ഥലവുമാണ്. ആധുനിക ഡിസൈൻ, ശക്തമായ സ്ട്രക്ചർ, രാത്രിയിൽ ലൈറ്റിംഗ് എന്നിവയാണ് ഈ പാലത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണയിൽ നിർമ്മിച്ച അടൽ സേതു ഗോവയുടെ ആധുനിക വികസനത്തിൻ്റെ ഒരു പ്രതീകവും പ്രധാന ഗതാഗത ശൃംഖലയിലെ ഒരു നിർണായക ഘടകവുമാണ്. പാലത്തിനിരുവശങ്ങളിലെയും നഗരക്കാഴ്ചകളും ഭൂപ്രകൃതിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗോവൻ ടൂറിസം ഭൂപടത്തിൽ നിർണായക സ്ഥാനമാണ് ന്യൂ സുവാരി കേബിൾ ബ്രിഡ്ജിനും അടൽ സേതുവിനും ഉള്ളതെന്ന് നിസ്സംശയം പറയാം. Hi, I am from Goa. My name is Mahesh. Taxi service Mahesh is my name. I am giving service in Goa. If you want to come join us, my contact number is 992119616. Thank you so much. Techno-party. You will Thank tell you. your friends. Yeah. We want to go party. Okay. Thank you very much for your pleasant service. Okay. You have done everything very nice. Thank you. We will keep in our heart. ഏറെ രസകരമായ ഒരു യാത്രയ്ക്ക് ഞങ്ങളിതാ തയ്യാറെടുക്കുകയാണ്. ഡോൾഫിൻ പോയിന്റിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ആളൊന്നിന് 250 രൂപ മുതൽ 800 രൂപ വരെ വിവിധ നിരക്കുകളിലുള്ള ബോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ये नीचे का जेल है और ऊपर का बाउंड्री अगवाड़ा फोर्ट और उसके ऊपर व्हाइट कलर लाइट हाउस। ये जेल और फोर्ट बहुत पुरानी है। ये पूरा ब्रिटिश टाइम का जेल और फोर्ट है। तो जेल अभी 5 साल से म्यूजियम है। अगर आपको ऊपर जाना है तो बाई रोड ऊपर आप गाड़ी से जा सकते हो जेल और फोर्ट। और ये जेल और फोर्ट और नीचे से जॉइंट है। ये पूरा अंडरग्राउंड है। അല്പം സാഹസികമായ യാത്രയാണ് ഇത്. യാത്രികരുടെ സുരക്ഷിതത്വം ഈ പടച്ചട്ടയിൽ ഒതുങ്ങുന്നു. അറബിക്കടലിലെ തിരമാലകൾ കീറിമുറിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഏറെ രസകരവുമാണ്. മണ്ഡോവി നദി അറബിക്കടലിലേക്ക് പതിക്കുന്ന ഭാഗത്താണ് അഗ്വാഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അഗ്വാഡ ഫോർട്ടിൻ്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്രസ്തുത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ അഴിമുഖത്ത് നിന്നുകൊണ്ട് അഗ്വാഡ ഫോർട്ടും പരിസരവും കാണുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ജിമ്മീസ് ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന പലാഷിയോ അഗ്വാഡ ഫോർട്ടിനടുത്തായി ഈ കൊട്ടാരം പണിതത് ഡയമണ്ട് കച്ചവടക്കാരനായ ജിമ്മി ഗസ്ദാർ ആണ്. പ്രസിദ്ധ വാസ്തുശില്പി ജെറാഡ് ഡ കുഞ്ഞ ഡിസൈൻ ചെയ്ത ഈ കെട്ടിടം ഇന്ന് GVK ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത്.
പല ബോളിവുഡ് ചലച്ചിത്രങ്ങളുടെയും ഷൂട്ടിങ്ങിന് വേദിയായ ഈ കൊട്ടാരം മില്യനേഴ്സ് പാലസ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഡോൾഫിനുകളെ തിരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാനം കടലിലേക്ക് നീങ്ങുകയാണ്. മറ്റനേകം സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ധാരാളം ബോട്ടുകൾ ഈ പരിസരത്തായി നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. ഡോൾഫിനുകൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥലങ്ങളിൽ ഏറെ നേരം ബോട്ട് നിർത്തി കാത്തു നിന്നെങ്കിലും ഒരു മിന്നായം പോലെ ദൂരെ അങ്ങിങ്ങായി മാത്രം ചില ഡോൾഫിനുകളെ കാണാനേ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായുള്ളൂ. അതും ക്യാമറയിൽ സൂം ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. എങ്കിലും ഈ യാത്ര ഞങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചു. ബോട്ടിൻ്റെ ഇരമ്പലും കുഞ്ഞോളങ്ങളുടെ കളകളാരവങ്ങളും കടലിൽ നിന്ന് വരുന്ന കുളിർക്കാറ്റിൻ്റെ തഴുകലും ചേർന്നൊരു രസകരമായ അന്തരീക്ഷം. കൂടെ വന്ന യാത്രികരെല്ലാം തന്നെ ശബ്ദമൊന്നും അധികമുണ്ടാക്കാതെ നല്ല നിലയിൽ സഹകരിച്ചു. ഗോവ കാണാൻ വരുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായി ഈ ഡോൾഫിൻ പോയിന്റിനെ അടയാളപ്പെടുത്താം. ഞങ്ങളിപ്പോൾ മടക്കയാത്രയിലാണ്. തിരിച്ചു വരുമ്പോൾ നദിക്ക് ഇരുകരകളിലുമായി കാണുന്ന ഭൂപ്രകൃതിയും സസ്യജാലങ്ങളും സഞ്ചാരികൾക്ക് നല്ലൊരു കാഴ്ചവിരുന്നാണ് സമ്മാനിക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്തുള്ള ഈ കൊച്ചു സംസ്ഥാനം വെറുതെയല്ല സഞ്ചാരികൾക്ക് പ്രിയകരമാവുന്നതെന്ന് ഇവിടെ വരുന്ന ആർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടും. ഇത്തരം സാധ്യതകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഏറെയുണ്ട്. അവ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത വികസനം ഭാവി കേരളത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവും. ടൂറിസവും ചരക്ക് ഗതാഗതവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നടപ്പാക്കുന്ന ഈ പദ്ധതി റോഡ് ഗതാഗത തിരക്ക് കുറയ്ക്കാനും സഹായിക്കുന്നു. കുറഞ്ഞ ഇന്ധന ഉപയോഗത്തിലൂടെ വായുമലിനീകരണം കുറച്ച് പരിസ്ഥിതി സൗഹൃദമായ ജലഗതാഗതം, പ്രാദേശിക വ്യാപാരം, വ്യവസായ വികസനം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് പിന്തുണയേകുന്നു. ഇത്തരം സംരംഭങ്ങളുടെ പൂർത്തീകരണത്തിനായി മുന്നിട്ടിറങ്ങുന്ന സർക്കാർ രൂപീകരണത്തിനായി ഒറ്റ മനസ്സോടെ നമുക്ക് കൈകോർക്കാം. കഴിഞ്ഞ വർഷം കേരളം സന്ദർശിച്ച സഞ്ചാരികളുടെ എണ്ണം 2,58,80,365 ആണ്. ഇതിൽ 2.5 കോടിയിൽ പരം ആഭ്യന്തര സഞ്ചാരികളും 8.2 ലക്ഷം വിദേശ സഞ്ചാരികളുമുണ്ട്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടൂറിസ്റ്റ് വരവാണ്. 2024 അപേക്ഷിച്ച് 12% കൂടുതൽ. നാഷണൽ ജിയോഗ്രാഫിക്, ടൈം മാഗസിൻ തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ കേരളത്തെ ലോകത്തിലെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിലൊന്നായി കേരളം ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഇതിനെല്ലാം തുടർച്ചയും വളർച്ചയും ഉണ്ടാകണമെങ്കിൽ അതിനനുസൃതമായ ഭരണ സംവിധാനം തുടർച്ചയായി നിലനിൽക്കണം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കിക്കൂടാ.
വരും തലമുറയുടെ കൂടി ആശയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നമ്മുടെ നാട് ഒന്നിച്ചുണർന്ന് പ്രവർത്തിക്കണം. ഗോവയിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.